അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മെഡീവിയൽ മൊണാർക്കിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന സോവറൈൻറ്റിയാണ്. അതായത് ആ ഒരു മെഡീവിയൽ മധ്യകാലഘട്ടത്തിലെ പ്രഭുത്വത്തിൻ്റെ ഇടയിൽ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സോവറൈൻറ്റി അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അത് ഷെയർ ചെയ്യപ്പെട്ടിരുന്നത് ഫ്യൂഡൽ പ്രഭുക്കളുമായിട്ടായിരുന്നു. 16-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്കും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു പവർ വേണം എന്നുള്ളൊരു ചിന്ത എല്ലാവരുടെ ഇടയിലും തോന്നി തുടങ്ങി എന്നുള്ളതാണ്. ഓക്കെ, ഇനി കോൺസെപ്ഷൻസ് ഓഫ് സോവറൈൻറ്റി. ജീൻ ബോഡ്ലിനാണ് ഒരു അൺഡിവൈഡഡ് പവർ ടു മേക്ക് ലോ എന്നുള്ളൊരു രീതിയിലേക്ക് ഈ ഒരു സോവറൈൻറ്റീനെ ഡിഫൈൻ ചെയ്യുന്ന അദ്ദേഹം ഹി ഗേവ് ദ മോഡേൺ തിയറി ഓഫ് സോവറൈൻറ്റി. ഹി ഡിഫൈൻഡ് സോവറൈൻറ്റി ഓൺ ദ ബേസിസ് ഓർ ടേംസ് ഓഫ് അതോറിറ്റി. അധികാരത്തിൻ്റെ ബേസിസിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സോവറൈൻറ്റിയെ ഡിഫൈൻ ചെയ്ത ആദ്യത്തെ വ്യക്തിയാണ് ബോഡിൻ. ബോഡിൻ ആർഗ്യൂഡ് ദാറ്റ് sovereign who made laws but was not he bound by these laws. അതായത് ആരാണോ ലോസ് ഉണ്ടാക്കുന്നത് എന്നാൽ നിയമത്തിനും അതീതമായിട്ടുള്ളവൻ ആരാണോ അവനാണ് സോവറിൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ലോസ് ആർ അമൗണ്ടഡ് ടു ലിറ്റിൽ മോർ ദാൻ കമാൻഡ് ഓഫ് സോവറിൻ സബ്ജക്റ്റ് റിക്വയർഡ് ടു ഒബേ. അപ്പം അദ്ദേഹത്തിന് അതിൻ്റെ പുറത്ത് അധികാരമുണ്ട്. സബ്ജക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അധീനപ്പെട്ടിട്ടുള്ള ആളാണ് അതെന്ത് ചെയ്യേണ്ടത്, ഒബേ ചെയ്യേണ്ടത്. ഹി ആർഗ്യൂഡ് ദാറ്റ് ഇറ്റ് ഈസ് ഇൻഹറൻറ്റ് ഇൻ നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ് ദാറ്റ് സോവറിൻറ്റി മസ്റ്റ് ബി ആബ്സല്യൂട്ട് ആൻഡ് പെർപച്വൽ. ആബ്സല്യൂട്ട് ആയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ളതും അതുപോലെ തന്നെ കാലാകാലം നിലനിൽക്കുന്നതുമായിട്ടുള്ള സോവറൈൻറ്റിയാണ് അത് ഇൻഹറൻറ്റ്, അതായത് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് അത്തരത്തിലുള്ളൊരു സോവറൈൻറ്റിയാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇനി നമ്മൾ തോമസ് ഹോബ്സിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഹി ഡിസ്ക്രൈബ് സോവറൈൻറ്റി ഇൻ ടേംസ് ഓഫ് പവർ. ശക്തിയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം സോവറൈൻറ്റിയെ നിർവചിക്കുന്നത്. ഹി എസ്റ്റാബ്ലിഷ് എ യുണീക്ക് റിലേഷൻഷിപ്പ് ഓഫ് അതോറിറ്റി സോവറിൻ ടു സബ്ജക്റ്റ് ആൻഡ് യുണീക്ക് പൊളിറ്റിക്കൽ പവർ. അപ്പം ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതായത് പവർ എക്സേർട്ട് ചെയ്യാനുള്ള ഒരു റിലേഷൻഷിപ്പ്, അതായത് സോവറിനും സബ്ജക്റ്റും, അതായത് സർവാധികാരിയും അതുപോലെ തന്നെ എന്താ പറയുക അതിന് കീഴടങ്ങി ജീവിക്കുന്നവനുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ പുറത്താണ് യുണീക്കായിട്ടുള്ള പൊളിറ്റിക്കൽ പവർ എക്സേർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ഹി സെഡ് സോവറിൻ ഈച്ച് മെമ്പർ of a community with another member to surrender all their rights and powers into the hands of one person or body who becomes sovereign. തങ്ങളുടേതായിട്ടുള്ള എല്ലാത്തരം അവകാശങ്ങളും അധികാരങ്ങളും ഒരു പ്രത്യേക വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോ കീഴടങ്ങിക്കൊണ്ടുള്ള ജീവിതമാണ് ഈ ഒരു സോവറിൻ സ്റ്റേറ്റിൽ വേണ്ടത്, അല്ലെങ്കിൽ സോവറിൻ സ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് തോമസ് ഹോബ്സ് പറയുന്നത്. ഹി പ്രൊവൈഡ്സ് സ്ട്രോങ് ജസ്റ്റിഫിക്കേഷൻ ഓഫ് ദ state power. Authority of sovereign is permanent, undivided and ultimately unlimited. അപ്പം ഇദ്ദേഹം ഇതിന് ഒരുപാട് തരത്തിലുള്ള ന്യായീകരണങ്ങളും നൽകുന്നുണ്ട് ഈ ഒരു സ്റ്റേറ്റിൻ്റെ പവറിന് വേണ്ടിയിട്ട്. അതോറിറ്റി എന്ന് പറയുന്നത് പെർമനൻറ്റും അതുപോലെ തന്നെ വിഭജിക്കപ്പെടാത്തതും അതുപോലെ തന്നെ അൾട്ടിമേറ്റ്ലി അൺലിമിറ്റഡ് ആയിട്ടുള്ള പരിധികളില്ലാത്തതുമായിട്ടുള്ള അധികാരമാണ് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്.